السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഇഖ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മ്ലേച്ഛമായ, മോശകരമായ, വികൃതമായ എല്ലാ പ്രവൃത്തികളും വാക്കുകളുമാണ് ഫാഹിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ നീചവൃത്തി എന്നുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ നീചവൃത്തികളിൽ നിന്നും, ദുഷിച്ച കാര്യങ്ങളിൽ നിന്നും അവൻ വിട്ടുനിൽക്കേണ്ടതുണ്ട്. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട അഥവാ ലൈംഗികപരമായി കൊണ്ടുള്ള എല്ലാ അതിക്രമവുമായി ബന്ധപ്പെട്ട രീതികൾക്കും ഫാഹിഷത്ത് എന്ന് തന്നെയാണ് പ്രയോഗിക്കാറുള്ളത്. വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു പറയുകയാണ്, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത്. തീർച്ചയായും അത് നീചവൃത്തിയും ദുഷിച്ച മാർഗവുമാകുന്നു. അതുപോലെ തന്നെ സുവർഗരതിയെ കുറിച്ച് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും ഫാഹിഷത്തിനെ കൊണ്ടുവരികയാണ്. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിഷത വഅൻതും തുബ്സിറൂൻ. ലൂത്തിനെയും അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, നിങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നീചവൃത്തി ചെയ്യുകയാണോ? അതുപോലെ തന്നെ വസ്ത്രം ധരിക്കാതെ പൂർണ്ണമായ നഗ്നരായിക്കൊണ്ട് മുശ്രിക്കുകൾ കഅബ തവാഫ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഫാഹിഷത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചു. വഇദാ ഫഅലു ഫാഹിഷ, അവർ വല്ല നീചവൃത്തിയും ചെയ്താൽ. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നീചവൃത്തികളായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഒന്നാമതായി, നീചവൃത്തികളെ അല്ലാഹു വിലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഖുൽ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ. നബിയെ പറയുക, നീചവൃത്തി ചെയ്യുവാൻ അല്ലാഹു കൽപ്പിക്കുകയേ ഇല്ല. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീചവൃത്തികളിൽ പ്രത്യക്ഷമായത് മാത്രമല്ല, പരോക്ഷമായതും വിലക്കപ്പെട്ടതാണ്. ഉദാഹരണത്തിന്, വ്യഭിചരിക്കുക എന്നുള്ളതിനപ്പുറം അതിനെക്കുറിച്ച് ചിന്തിക്കുക, അത്തരത്തിലുള്ള മ്ലേച്ഛകരമായി കൊണ്ടുള്ള കാര്യങ്ങൾ കാണുക, അത്തരത്തിൽ സംസാരിക്കുക, അന്യ സ്ത്രീകളിലേക്ക് അനാവശ്യമായി കൊണ്ടു നോക്കുക, ഇതെല്ലാം നീചവൃത്തികളിൽ ഉൾപ്പെടുമെന്നർത്ഥം. മൂന്നാമതായി നാം ഗൗരവത്തോടുകൂടി അറിയുന്നത്, അല്ലാഹുവിന്റെ കോപം വരുത്തിവെക്കുന്ന പ്രവൃത്തിയാണ് നീചവൃത്തികൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ അഹദ അഗ്യുറ മിനല്ലാഹ് ഫലിദാലിക ഹറമൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനുഷ്യൻ ധാർമ്മിക വിഷയങ്ങൾ തെറ്റിക്കുമ്പോൾ അല്ലാഹുവിനേക്കാൾ രോഷമുള്ള ആരുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ നീചവൃത്തികളും അല്ലാഹു നിഷിദ്ധമാക്കിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഏതൊക്കെ രൂപത്തിലുള്ള ഫവാഹിഷുകൾ, നീചവൃത്തികളുണ്ടോ, അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുക. അവസാനമായിക്കൊണ്ട് നമസ്കാരം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആദ്യമായി വിചാരണ ചെയ്യുന്ന ആരാധനാ കർമ്മം, ആ നമസ്കാരം എന്നുള്ളത് നീചവൃത്തികളിൽ നിന്നും മനുഷ്യനെ തടയുമെന്നുള്ളതാണ്. ഇന്ന
സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും ആ നമസ്കാരം നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധ കർമ്മത്തിൽ നിന്നും തടയുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി കൃത്യമായി നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ എല്ലാവിധ മ്ലേച്ഛകരമായ കാര്യങ്ങളിൽ അവന്റെ മാനസികമായ ശാരീരികമായ ഏതൊക്കെ രൂപത്തിലുള്ള ദുഷ്പ്രവർത്തികൾ അവൻ ചെയ്യുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അവൻ മാറി നിൽക്കും. കാരണം ആ നമസ്കാരം അവനെ അതിൽ നിന്ന് തടയുമെന്നുള്ളതാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഹൃദയം പൂർണ്ണമായ കീഴ്വണക്കത്തോടെയും താഴ്മയോട് റബ്ബിന്റെ മുമ്പാകെ നിലയുറപ്പിക്കലാണ് ഖുശൂ എന്നുള്ളത്. അതുകൊണ്ട് ആ നമസ്കാരത്തിൽ ഖുശൂഇനെ കൊണ്ടുവരാൻ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള എല്ലാവിധ മ്ലേച്ഛകരമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ നമുക്ക് മാനസികമായ സന്തോഷവും അതിലപ്പുറം അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള മാർഗവും നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നീചവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുവാൻ, ശുദ്ധ പ്രകൃതിയോടുകൂടി നല്ല മനസ്സോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കുവാൻ, അതോടൊപ്പം ഈ ലോകത്തോട് വിട പറയുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.